ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ഗാലറി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇൻ്റർനാഷണൽ മൂൺ ഡേയിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ കൂടി അമർത്തണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ്? ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം ഒക്ടോബർ 22, 2008 കേട്ടോ. വർഷം ഓർത്ത് വെക്കുക, മാസം ഡേറ്റും. ചോദ്യം 2, ചന്ദ്രൻ്റെ എത്ര ശതമാനം ഭാഗമാണ് ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്നത്? ചന്ദ്രൻ്റെ എത്ര ശതമാനം ഭാഗമാണ് ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്നത്? നിങ്ങൾക്ക് 5 സെക്കൻഡ് കൗണ്ട് ഡൗൺ ഉണ്ട് കേട്ടോ, ആലോചിച്ച് പറയുക. ഉത്തരം 59% കേട്ടോ. 59% ഭൂമിയിൽ നിന്നും ചന്ദ്രൻ ദൃശ്യമാകുന്നത്. ചോദ്യം 3, ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം എത്ര? ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം എത്രയാണ്? ഉത്തരം 3,84,404 കിലോമീറ്റർ. ചോദ്യം 4, ചന്ദ്രൻ ഭൂമിയെ ചുറ്റാൻ എടുക്കുന്ന സമയം എത്ര? ചന്ദ്രൻ ഭൂമിയെ ചുറ്റാൻ എടുക്കുന്ന സമയം എത്ര? ഉത്തരം 27 ദിവസം 7 മണിക്കൂർ 43 മിനിറ്റ്. 27 ദിവസം 7 മണിക്കൂർ 43 മിനിറ്റ്. ചോദ്യം 5, ചന്ദ്രൻ്റെ പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം? ചന്ദ്രൻ്റെ പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം? ഉത്തരം 1.3 സെക്കൻഡ്. ചോദ്യം 6, ചന്ദ്രനിൽ ധാരാളം ഉണ്ടാകുന്ന മൂലകം ഏത്? ചന്ദ്രനിൽ ധാരാളം ഉണ്ടാകുന്ന മൂലകം ഏതാണ്? ഉത്തരം ടൈറ്റാനിയം. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ചന്ദ്രൻ്റെ പാലായന പ്രവേഗം എത്ര? ചന്ദ്രൻ്റെ പാലായന പ്രവേഗം എത്ര? ഉത്തരം 2.4 കിലോമീറ്റർ. ചോദ്യം 7, ചന്ദ്രൻ്റെ ഉപരിതല പഠനം നടത്തുന്ന ശാസ്ത്രശാഖ? ചന്ദ്രൻ്റെ ഉപരിതല പഠനം നടത്തുന്ന ശാസ്ത്രശാഖ? ഉത്തരം സെലനോളജി. ചോദ്യം 8, ഭാരതീയ ത്രിവർണ പതാകയുമായി ചന്ദ്രോപരിതലത്തിൽ പതിച്ച ചന്ദ്രയാനിലെ പേടകം ഏതാണ്? ഭാരതീയ ത്രിവർണ പതാകയുമായി ചന്ദ്രോപരിതലത്തിൽ പതിച്ച ചന്ദ്രയാനിലെ പേടകം ഏതാണ്? ഉത്തരം MIP അഥവാ മൂൺ ഇമ്പാക്റ്റ് പ്രോബ്. അതിൻ്റെ ഫുൾ ഫോം ആട്ടോ, മൂൺ ഇമ്പാക്റ്റ് പ്രോബ്. ചോദ്യം 9, ISRO സ്ഥാപിതമായ വർഷം ഏത്?
ISRO സ്ഥാപിതമായ വർഷം? ഉത്തരം ഇതെല്ലാവർക്കും അറിയായിരിക്കും, 1969. ചോദ്യം 10. ചന്ദ്രനിലെ പൊടിപടലങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാസ 2013 വിക്ഷേപിച്ച പേടകം. ചന്ദ്രനിലെ പൊടിപടലങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാസ 2013 വിക്ഷേപിച്ച പേടകം. വർഷം ഓർത്ത് വെച്ചിട്ടോ ആൻസർ പറഞ്ഞിട്ട്. നാസ കേട്ടോ 2013 വിക്ഷേപിച്ചത്. ഓക്കെ, അതിൻ്റെ ആൻസർ ലാഡി. ചോദ്യം 11. ചന്ദ്രയാൻ പദ്ധതിയുടെ തലവൻ ആരാണ്? ചന്ദ്രയാൻ പദ്ധതിയുടെ തലവൻ. ഇത് മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഉത്തരം M. അണ്ണാദുരൈ. M. അണ്ണാദുരൈ. ചോദ്യം 12. ഫ്രം എർത്ത് ടു മൂൺ എന്ന കൃതി എഴുതിയതാര്? ഫ്രം എർത്ത് ടു മൂൺ എന്ന കൃതി എഴുതിയതാര്? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ജൂൾസ് വെൺ. ജൂൾസ് വെൺ. ചോദ്യം 13. ഗഗൻയാൻ പദ്ധതിക്ക് ഉപയോഗിക്കുന്ന റോക്കറ്റ്. ഗഗൻയാൻ പദ്ധതിക്ക് യൂസ് ചെയ്യുന്ന റോക്കറ്റ് ഏതാണ്? ഓക്കെ, അതിന് ആൻസർ എന്ന് പറയുന്നത് LVN-3. LVN-3. ചോദ്യം 14. ഇന്ത്യൻ ബഹിരാകാശ യാത്രികർ അറിയപ്പെടുന്നത്. ഇന്ത്യൻ ബഹിരാകാശ യാത്രികർ ഒരു പേരിൽ അറിയപ്പെടുന്നത്. ഏതാണ് ആ പേര്? അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് വ്യോമോനോട്സ്. വ്യോമോനോട്സ്. ചോദ്യം 14. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം. ഉത്തരം ബൈക്കനൂർ കോസ്മോഡ്രോമിലുള്ള. ചോദ്യം 15. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഗ്രൂപ്പ് ക്യാപ്റ്റനായ മലയാളി ആര്? ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഗ്രൂപ്പ് ക്യാപ്റ്റനായ മലയാളി ആര്? ഉത്തരം പ്രശാന്ത് ബാലകൃഷ്ണൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക് യു. എൻ്റെ വീഡിയോ കണ്ടതിനും എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും. ഇനിയും നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വിസ് എല്ലാം ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യും.